ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കൊഞ്ച് തീയലാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൊഞ്ച് ഒരു 1 കിലോ കൊഞ്ച് എടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഒരു 700 ഗ്രാം കാണുമായിരിക്കും. ഏകദേശം 1 കിലോയോളം ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. കൊഞ്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ മുകളിലുള്ള ഞരമ്പെല്ലാം കറുത്തിരിക്കുന്ന അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് കളയണം, അല്ലെങ്കിൽ വയറിനൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ: വറ്റൽമുളക് 6 എണ്ണം, വാളംപുളി, ചെറിയ ഉള്ളി 2 കപ്പോളം വേണം, മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളിച്ചെണ്ണ, കടുക്, 3-4 പച്ചമുളക്, തേങ്ങാക്കൊത്ത്, മല്ലി, തേങ്ങ 2 കപ്പ്, കുരുമുളക്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു പാൻ ചൂടായതിന് ശേഷം നമുക്ക് 2 കപ്പ് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, മല്ലി 2 ടേബിൾ സ്പൂൺ, 6-7 വറ്റൽമുളക്, 2-3 ചെറിയ ഉള്ളി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടെ ഇട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. നല്ലൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം. നല്ലതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ തേങ്ങയെല്ലാം ഒരുപോലെ ഫ്രൈ ആയി വരണം, റോസ്റ്റായി വരണം. അല്ലെങ്കിൽ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അത് ചില സ്ഥലത്ത് റോസ്റ്റ് ആകും, ചിലത് റോസ്റ്റ് ആകാതെ ഇരിക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് ബ്രൗൺ നിറമാകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ കുരുമുളകും വറ്റൽമുളകും ഒക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ തേങ്ങ ഒന്ന് മൂത്ത് വരാറാകുമ്പോഴത്തേക്ക് നമ്മുടെ തീ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് പിന്നെ അങ്ങ് റോസ്റ്റ് ആവും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലോട്ട് ഉള്ളത് ലോയിലോട്ട് ആക്കി കൊടുക്കുക. പിന്നെ നന്നായിട്ട് ഇളക്കുക. ഇപ്പം നമ്മുടെ കളറൊക്കെ, തേങ്ങയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. നല്ലൊരു മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. ഇതാണ്ട് ഇപ്പം നല്ലൊരു ബ്രൗൺ കളറായി. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. മാറ്റി തണുക്കാനായിട്ട് വെക്കണം. തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് നമുക്ക് അരച്ചെടുക്കാൻ പാടുള്ളൂ. നന്നായി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ച്, വെള്ളം ഒന്നും ചേർക്കാതെ വേണം അരയ്ക്കാൻ. ഇതിനകത്ത് നമ്മൾ എണ്ണമയം എല്ലാം ഇതിനകത്ത് ഇറങ്ങി വരും. വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. വെള്ളം ചേർത്ത് അരച്ചാൽ നമ്മുടെ ആ തേങ്ങ ശരിക്ക് അരഞ്ഞ് കിട്ടത്തില്ല. നന്നായി അരച്ചതിന് ശേഷം നമുക്ക് ആ പുളി എടുത്ത് വെച്ചിരിക്കുന്നത് അതുകൂടെ അതിനകത്തൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ പുളിയുടെ ഒക്കെ ഒരു കൊഴുപ്പും കൂടെ നമ്മുടെ കറിക്ക് കിട്ടും. വാളംപുളിയാണ് ചേർത്തിരിക്കുന്നത്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഉള്ള സൈസിൻ്റെ അത്രയുള്ള വാളംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിനകത്ത് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് 2 കപ്പ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ അരിഞ്ഞോ ഒന്നും ചെയ്തിട്ടില്ല, മുഴുവനായിട്ടുള്ള ആ ഉള്ളി അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇടുന്നതാണ് ഈ കറിക്ക് ടേസ്റ്റ്. അപ്പോൾ ഒത്തിരി വലിയതായിട്ട് ഉള്ളിയാണെങ്കിൽ ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. നന്നായി വഴറ്റി അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്.
ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ അതിലോട്ട് ഒരു 1/2 കപ്പ് തേങ്ങാക്കൊത്ത് അതിട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊണ്ടിരിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. വഴറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പുകൂടെ ചേർത്തൊന്ന് അടച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കണം. അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇതാ ഇപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വെന്ത തേങ്ങയുടെയൊക്കെ മണവും ഇതെല്ലാം കൂടെ കൂടി ചെന്ന് അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് എല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കറിക്ക് ആവശ്യമുള്ള വെള്ളം അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ പുളിയും ഉപ്പും ഒക്കെ ടേസ്റ്റ് ചെയ്തതിന് ശേഷം പുളിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒരടപ്പ് കൊണ്ട് അടച്ച് തിളയ്ക്കാനായിട്ട് വെക്കാം. തിളച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ കൊഞ്ച് ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി ക്ലീനാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ കൊഞ്ച് ഒത്തിരി നേരം കുക്ക് ചെയ്യാൻ പാടില്ല. ഒത്തിരി ഹാർഡായി പോകും കുറേ നേരം നമ്മളിട്ട് കുക്ക് ചെയ്താൽ. അതുകൊണ്ട് ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഈ കൊഞ്ച് ഇട്ട് കൊടുക്കാവൂ. ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആദ്യം ഒന്ന് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അത് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ടാക്കി നമുക്ക് 5 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പം മൊത്തം ഒരു 10 മിനിറ്റോളം മതി ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. നമ്മൾ തേങ്ങയുടെ എണ്ണയൊക്കെ നന്നായിട്ട് തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ, അതിനകത്ത് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരണം. അപ്പം ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് കുക്ക് ചെയ്താൽ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരത്തുള്ളൂ. അത്രയും നേരം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചെമ്മീൻ്റെ കറി കണ്ടോ, എന്ത് രസമായിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് സൂപ്പർ ഗ്രേവിയാണ് ഇത്. ഇനി നമ്മുടെ കറിക്ക് കുറച്ചുകൂടെ ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക് വറുത്തിടാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് കടുകും വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരും നമ്മുടെ കറിക്ക്. ഇപ്പോൾ ആയിക്കഴിഞ്ഞു. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി തീയെല്ലാം ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഈ കടുക് വറുത്തിട്ടതിന് ശേഷം അടുപ്പും കൊണ്ടുവന്ന് അടച്ചു വയ്ക്കാം. മണമൊക്കെ അതിനകത്തങ്ങ് ലോക്കാവും അന്നേരം. അതിന് ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഗ്രേവി കണ്ട നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി. ഇത് കുറച്ചുകൂടെ ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കാവും. അടിപൊളി കറിയാണ് ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നല്ലൊരു കറിയാണ്. കണ്ട അതിനകത്തെ ആ ഉള്ളിയൊക്കെ കണ്ടോ അതുപോലെ തന്നെ കിടപ്പുണ്ട്. നല്ല അത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് ആ ഉള്ളി പ്രത്യേകിച്ചും.
പിന്നെ ഈ കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല പാലക്കാടൻ മട്ട ചോറിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് 2 പ്ലേറ്റ് ചോറ് കഴിക്കാം, ഈ കറി മാത്രം മതി. പിന്നെ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയും പിന്നെ കപ്പയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും ഒരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക്